നമുക്ക് നടനാരായണി രാഗത്തിൽ ഒരു കൃതി പഠിക്കാം. രാഗം നടനാരായണി, 28ാമത്തെ ഹരി കാമ്പോജിയുടെ ജന്യമാണ്. 28ാമത്തെ ഹരി കാമ്പോജിയുടെ ആദ്യതാളം ഒരു കള. മഹാഗണപതേ പാലയാശുമാം പാലയാശുമാം മായാമയ വല്ലഭാപതേ ശ്രീ. അതാണ് പല്ലവി. എങ്ങനെയാണ് ഫസ്റ്റ് സംഗതി വരിക? മഹാഗണപതേ പാലയാശുമാം മഹാഗണപതേ പാലയ സപാദസ. പിടിക്കണം, നിഷാദമില്ല. പാല അതൊന്നും പിടിച്ചേക്കരുത്. സാനിപ്പ ഒന്നും പറയരുത്. മഹാഗണപതേ പാലയാശുമാം മഹാഗണപതേ പാലയാശുമാം മഹാഗണപതേ പാലയാശുമാം മഹാഗണപതേ പാലയാശുമാം മഹാഗണപതേ പാലയാശുമാം മഹാഗണപതേ പാലയാശുമാം. രണ്ടാമത്തെ മഹാഗണപതേ പാലയാശുമാം. അത് ആ സംഗതി ഒന്ന് പാടിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ മായാമയ വല്ലഭയിൽ കയറണം. എങ്ങനെയെന്നറിയാമോ? ഓക്കെ, ഒന്ന് ആദ്യം ഒരു കേൾപ്പിച്ചു തരാം. മഹാഗണപതേ പാലയാശുമാം മഹാഗണപതേ പാലയാശുമാം മഹാഗണപതേ പാലയാശുമാം മായാമയ വല്ലഭാപതേ ശ്രീമഹാ ശ്രീമഹാഗണപതേ പാലയാശുമാം മായാമയ വല്ലഭാപതേ ശ്രീമഹാഗണപതേ പാലയാശുമാം മായാമയ മായാമയ വല്ലഭാപതേ മായാമയ വല്ലഭാപതേ ശ്രീമഹാഗണപതേ പാലയാശുമാം മായാമയ. രണ്ടാമത്തെ സംഗതി പാടുമ്പോൾ അത് കൊടുക്കണം. ആദ്യത്തത് മായാമയ. ഇത് അടുത്ത് പാടുമ്പോൾ മായാമയ വല്ലഭ വല്ല മഗരിസ. മഹാഗണപതേ പാലയാശുമാം മായാമയ വല്ലഭാപതേ ശ്രീമഹാ. ദസരി പമ ദസരി ദസരി പമഗ എന്ന് വരും. മഹാഗണപതേ പാലയാശുമാം മായാമയ വല്ലഭാപതേ ശ്രീമഹാഗണപതേ പാലയാശുമാം. ഇതാണ് പല്ലവി. ഇനി അതിൻ്റെ സമഷ്ടി ചരണം. അനുപല്ലവി ഇല്ല, സമഷ്ടി ചരണം വരിക. എങ്ങനെയാണ് അതിൻ്റെ സമഷ്ടി ചരണം നമുക്ക് നോക്കാം. അടുത്തത് മഹാനടനാരായണി നന്ദന മഹാനടനാരായണി നന്ദന മഹാനടനാരായണി
നന്ദന മഹാനട നാരായണി നന്ദന മഹാനട നാരായണി നന്ദന മഹാനട നാരായണി നന്ദന. മനസ്സിലായില്ലേ? അടുത്തത് മഹാനട നാരായണീ നന്ദന മാനിത ദേവ ദേവകീ നന്ദന. മഹാനട നാരായണീ നന്ദന മാനിത ദേവ ദേവകീ നന്ദന. മഹാനട നാരായണീ നന്ദന മാനിത ദേവ ദേവകീ നന്ദന. ഇനി മധ്യമകാല സാഹിത്യം. മഹേശ്വര ഗുരു ഗുഹ ഭക്ത ചന്ദന. മഹേശ്വര ഗുരു ഗുഹ ഭക്ത ചന്ദന മാതംഗ വദനേന്ദ്രാദി. മാതംഗ വദനെ മാ പാദപ മകരി ഗരീസ. മഹേശ്വര പപാദപ മഹേശ്വര ഗുരു ഗുഹ ഭക്ത ചന്ദന മാതംഗ വദനേന്ദ്രാദി വന്ദന വന്ദന ദസരിപ മഗ വന്ദന മഹാ ഗണപതേ പാലയാശു മാമയ വല്ല ഭാപത്തെ ശ്രീ മഹാഗണപത്തെ പാലയാശു മാം. സമഷ്ടിയാർ നമ്മൾ ഒന്നുകൂടെ പാടാം. മഹാനട നാരായണീ നന്ദന മഹാനട നാരായണീ നന്ദന മഹാനട നാരായണീ നന്ദന മഹാനട നാരായണീ നന്ദന മാനിത ദേവ ദേവകീ നന്ദന മഹാനട നാരായണീ നന്ദന മാനിത ദേവ ദേവകീ നന്ദന മഹേശ്വര ഗുരു ഗുഹ ഭക്ത ചന്ദന മാതംഗ വദനേന്ദ്രാദി വന്ദിത മഹാ ഗണപതേ പാലയാശു മാമയ വല്ല ഭാപത്തെ ശ്രീ മഹാ ഗണപത്തെ പാലയാശു മാ. അപ്പോൾ ഇതാണ് ആ കൃതിയുടെ ഒരു സ്വരൂപം. കുറച്ച് നേരം കേട്ട് ഒന്ന് പഠിക്കുക കേട്ടോ. നൊട്ടേഷൻ പറയാനൊന്നുമില്ല. മഹേശ്വര ഗുരു ഗുഹ ഭക്ത പബദബ മഗരി സാസ. മഹേശ്വര ഗുരു ഗുഹ മഗരി ഗുരു ഗുഹ ഭക്ത മഗരി സാസ. ഗുരു ഗുഹ ഭക്ത ചന്ദന സാസ സാസ. ചന്ദന മാതംഗ മാപാദപ മാതംഗ വദനെ മാപാദപ മഗരി മാതംഗ വദനേന്ദ്രാദി ഗരിസ മാപാദപ മഗരി ഗരിസ വദനേന്ദ്രാദി വന്ദന മഹ ദസരിപ മഗ. അതാണ് ആകൃതി. മഹ ഇത് കുറച്ചൊരു മഹ ഗണപതേ പാലയാശു മാ. മഹ ഗണപതേ
പാലയാശുമയ വല്ലഭാപത്തെ ശ്രീമഹാഗണപത്തെ പാലയാശുമയ വല്ലഭാപത്തെ ശ്രീമഹാഗണപത്തെ പാലയാശുമയ വല്ലഭാപത്തെ ശ്രീമഹാഗണപത്തെ പാലയാശുമ മഹാനട. കുറച്ച് ശ്വാസം മുട്ടുണ്ട്, ഇൻഹേലറൊക്കെ എടുക്കണം ഈയിടെ, ഒരു വർഷമായി. മഹാനടനാരായണീ നന്ദന മഹാനടനാരായണീ നന്ദന മഹാനടനാരായണീ നന്ദന മാനിത ദേവദേവകീ നന്ദന മഹേശ്വര ഗുരുഗുഹ ഭക്ത ചന്ദന മാതംഗവദനേന്ദ്ര പണ്ഡിത മഹാഗണപത്തെ പാലയാശുമയ വല്ലഭാപത്തെ ശ്രീമഹാഗണപത്തെ പാലയ. അപ്പോൾ അത് ആ പാടി നിർത്തുന്നതൊന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. മഹാഗണപത്തെ പാലയാശുമയ വല്ലഭാപത്തെ ശ്രീമഹാഗണപത്തെ പാലയാശുമാ. ഇത് നിർത്തുക. പിന്നെ അവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. ഞാനത് കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം വരുന്നതുകൊണ്ട് ഒക്കെ അങ്ങനെ എടുത്ത്. മഹാഗണപത്തെ പാലയാശുമയ വല്ലഭാപത്തെ മായാമയ വല്ലഭാപതെ ഒന്നിച്ചെടുത്തോ. മായാമയ വല്ല അങ്ങനെ എടുക്കണ്ട. മായാമയ വല്ലഭാപത്തെ ശ്രീമഹ. അത് ഒന്നിച്ച് പാടാൻ ശ്രമിക്കുക. പിന്നെ മഹേശ്വര ഗുരുഗുഹ ഭക്ത ചന്ദന മാതംഗവദനേന്ദ്രാദിവന്ദിത മഹ എന്നും പാടുന്നുണ്ട്. പ്രഭാകർ വർമ്മ സാറ്, മാവേലിക്കർ സാറ് വന്ദിത മഹ എന്നാണ് പഠിപ്പിച്ചത്. പക്ഷേ വന്ദന മഹ എന്നും എവിടെയോ പാടി കേട്ടിട്ടുണ്ട്. കുറച്ച് കേൾക്ക സുഖം. വന്ദിത മഹ മഹേശ്വര ഗുരുഗുഹ ഭക്ത ചന്ദന മാതംഗവദനേന്ദ്രാദി വന്ദിത മഹ വന്ദിത മഹ. വന്ദിതയാണ് സുഖം. അത്രയാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ഒരു കൃതിയുമായിട്ട് കാണാം കേട്ടോ. നമസ്കാരം.